ഇയർഫോണും ഹെഡ്സെറ്റും മനുഷ്യ ശരീരത്തിലെ ഒരു അവയവം പോലെയായിരിക്കുന്നു. വീട്ടിലായാലും പുറത്തായാലും ജോലിയിലായാലും വിശ്രമവേളയിലായാലും ഇയർഫോണോ ഹെഡ്സെറ്റോ ഇല്ലാതെ വയ്യെന്നായി. പക്ഷേ എന്തും അമിതമായാൽ പ്രശ്നം തന്നെയാണ്. ഇയർഫോണിന്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ. കേൾവി സംബന്ധമായ രോഗങ്ങളുടെ കാരണം പരിശോധിച്ചാൽ അവിടെയും കാണും ഇതേ ഇയർഫോണും ഹെഡ്സെറ്റും. ആഗോളതലത്തിൽ ഇയർഫോണുകളുടെ ഉപയോഗത്തെ തുടർന്ന് ചെറുപ്പക്കാർക്കിടയിൽ കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണെന്നാണ് പഠനം പറയുന്നത്. കേൾക്കുന്ന വോള്യം, എത്ര നേരം കേൾക്കുന്നു, ഫ്രീക്വൻസി എന്നിവയാണ് കേൾവിക്ക് പ്രശ്നമുണ്ടാക്കുന്നത്. ഉയർന്ന ശബ്ദത്തിൽ ഏറെ നേരം കേൾക്കുന്നത് കേൾവി ശക്തിയെ സാരമായി ബാധിക്കും. ഇയർഫോണുകൾ പങ്കുവയ്ക്കുന്നതും അണുബാധയ്ക്ക് കാരണമാകുമെന്ന് പഠനത്തിൽ പറയുന്നുണ്ട്. തുടർച്ചയായി ഹെഡ്സെറ്റുകൾ ഉപയോഗിക്കുന്നതും നിയന്ത്രിത അളവുകളിൽ നിന്ന് വ്യത്യസ്തമായി ശബ്ദം ക്രമീകരിക്കുന്നതും കേൾവി ശക്തിയെ ദോഷകരമായി ബാധിക്കും. ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളും WHO പുറത്തുവിട്ടിട്ടുണ്ട്. ഇയർഫോണിന്റെയോ ഹെഡ്സെറ്റിന്റെയോ ശബ്ദപരിധിയുടെ 60% കൂടരുത്. നോയിസ് ക്യാൻസലേഷൻ സെറ്റുകൾ ഉപയോഗിക്കുക. കേൾക്കുന്ന ശബ്ദത്തിന്റെ തീവ്രത 60 ഡെസിബലിൽ കൂടാൻ പാടില്ല എന്നിങ്ങനെയുള്ള ലളിതമായ മാർഗങ്ങളിലൂടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാമെന്നാണ് WHO വ്യക്തമാക്കുന്നത്.